ഹലോ ഗൈസ് നമ്മളിന്ന് സ്നേഹന്റെ അമ്മേനെ കാണാൻ പോയിട്ട് വരേ. അതന്നെ നമ്മളപ്പുറം ജോലിയിൽ സ്നേഹന്റെ അമ്മക്ക് ചെറിയൊരു സർജറി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം വൈകുന്നേരം സ്നേഹന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ വീട്ടിലേക്ക് അത്ര വലിയ ദൂരമൊന്നും ഇല്ലെങ്കിലും നമ്മൾ നാലാൾക്കും വഴിയറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വളഞ്ഞു ചുറ്റിയിട്ട് ഏതിലോ വൈക്കി കൂടിയാന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ലാസ്റ്റോളം വീട്ടിലെത്തി, അതന്നെ വലിയ കാര്യം. തലയിൽ മാന്തം കൈവന്നിച്ചാലും വീഡിയോ എടുക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഓടി വരുന്ന കുറേ ഫ്രണ്ട്സ് ഇല്ലതാണ് ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതിലൊരു ഭാഗ്യാന്ന് ഒറ്റക്ക് എന്തല്ലോ പറഞ്ഞുകൊണ്ട് ഈ നടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ നാലാളും നടന്നിട്ട് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലെത്തി. സംഭവം നമ്മൾ സ്നേഹന്റെ വീട്ടിൽ പോകുന്ന കാര്യം സ്നേഹക്കറിയില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ടാ പോകുന്നത്. അമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോന്നോ പണ്ടാരങ്ങളെ സർപ്രൈസ് കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നിയേക്കാം. നമ്മളെപ്പം വെറൈറ്റിയാണ്. സർപ്രൈസ് ആയിട്ട് പോയാലൊരു കുഴപ്പമുണ്ട്, നമുക്കവിടുന്ന് കുടിക്കാൻ വെള്ളം വരെ ചിലപ്പം കിട്ടൂല. കാരണം അവരൊന്നും വാങ്ങി വെക്കൂലല്ലോ. പ്രത്യേകിച്ച് സ്നേഹന്റെ വീട്ടിലായതുകൊണ്ട് ഓളെല്ലാം അടിച്ച് തുടച്ച് തിന്നിട്ടുണ്ടാവും. കുടിക്കാൻ വെള്ളം കിട്ടൂലേ, ഇനി അവരാടെ ഉണ്ടാവൂലേ, അവരെവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ, അങ്ങനെ പല പല ആശങ്കകളും കൊണ്ടാണ് നമ്മൾ പോയിനി. നമ്മളെ കണ്ടിട്ട് കോരിത്തരിച്ച സ്നേഹം നമ്മളെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച് നമുക്ക് തെറ്റി. ഓടി നമ്മളെ കണ്ടപാട് ആത്തേക്ക് ഓടി തിന്നണ്ട സാധനങ്ങളെടുത്ത് പൊത്തി വെക്കാനാണെന്ന് അറിയില്ല കേട്ടാ. ആയിരിക്കൂല, മിക്കവാറും വീട്ടിൽ നിന്ന് കൂറ കോലത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഡ്രസ്സ് മാറ്റുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അച്ഛനോടും അമ്മേനോടും കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കാര്യപരിപാടിയിലേക്ക് കടന്നു. സ്നേഹക്കാണെങ്കിൽ നമ്മളെ കണ്ടിട്ട് ആകെ കിളി പോയിനി. അതിപ്പോൾ എനക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും പറയാണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്നാ കൊടുക്കുവാന്നൊന്നും തിരിയൂല. അവർ പോകുന്നവരെ ഒരു സമാധാനക്കേടായിരിക്കും. അങ്ങനെ ഓൾ ഐസ്ക്രീം എല്ലാം തിന്നതിന് ശേഷം നമ്മൾ പിന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓളെ മുറ്റത്തേക്ക് അങ്ങ് കഴിഞ്ഞു. കഴിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഓളെ മുറ്റത്തില്ല കാടിന്റെ അടക്കം വിത്തും വാങ്ങിയിട്ടാണ് എല്ലാവരും വീട്ടിൽ പോയിനി. അത് പിന്നെ അങ്ങനെയാണല്ലോ, കൊണ്ടുപോയിട്ട് നട്ടിട്ടില്ലെങ്കിലും വാങ്ങി വെക്കുവാന്നുള്ളത് നമ്മളൊരു ശീലം. അങ്ങനെ ചെടിയും കാടെല്ലാം പറിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മേശ നിറച്ചും സാധനം അവര് നിരത്തി വെച്ചിനി. എന്തായാലും സ്നേഹത്തോടെ വന്നതല്ലേ, നമ്മളതെല്ലാം തിന്നു. ഈ സംഭവത്തിന് നമ്മുടെ നാട്ടിൽ ചക്കപ്പൂതൽ എന്നാ പറയാ. അപ്പോൾ ഇതും കൂടി സ്നേഹന്റെ വീട്ടിൽ ബാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാരും ഇതും പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിനി. ചക്കപ്പൂതലിന്റെ വറവ്, എന്റെ സാറേ. ഈ കളച്ചെടുക്കുന്ന സാധനത്തിന്റെ പേരാണ് ബ്രഹ്മി. ഇത് വറവാക്കി തിന്നാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ ഇത് വറവാക്കാൻ ഓർമ്മിക്കാൻ വല്ല അലാറവും വെക്കേണ്ടി വരും. ഇനി നിന്നാൽ ചിലപ്പോൾ വീടിന്റെ തറക്കല്ല് വരെ അടിച്ചു മാറ്റി കൊണ്ടുപോകും തോന്നിയോണ്ട് സ്നേഹം നമുക്കൊരു ഓട്ടോ വിളിച്ച് നമ്മളെ KTAയിൽ വിട്ട്.